ഏവർക്കും നമസ്കാരം. 19/12/2024 പുറത്ത സർക്കുലർ പ്രകാരം അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഒരു പഠന പിന്തുണ പരിപാടി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കുകൾ സമ്പൂർണ്ണ പ്ലസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. സമ്പൂർണ്ണ പ്ലസ്സിലേക്ക് 3 തരത്തിലാണ് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന്, സമ്പൂർണ്ണ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ യൂസർ വഴി കയറിയതിനു ശേഷം സമ്പൂർണ്ണ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണ പ്ലസ്സിലേക്ക് പ്രവേശിക്കാം. മറ്റൊരു മാർഗം സമ്പൂർണ്ണ പ്ലസ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സമ്പൂർണ്ണ പ്ലസ് വെബ്സൈറ്റിലേക്ക് നേരെ പോയി ഇവിടെ യൂസർ എന്നുള്ളത് ടീച്ചർ സെലക്ട് ചെയ്ത് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ മൊബൈൽ ഫോണിൽ സമ്പൂർണ്ണ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ സമ്പൂർണ്ണ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത്തരത്തിലും സമ്പൂർണ്ണ പ്ലസ്സിലേക്ക് കയറാം. ഈ 3 മാർഗങ്ങളിലും ക്ലാസ് ടീച്ചറിനെ സംബന്ധിച്ചൊരു യൂസർ നെയിമും പാസ്വേഡും ആവശ്യമായി വരും. അതിനായി സമ്പൂർണ്ണയുടെ HM ലോഗിനിലേക്ക് പ്രവേശിക്കുക. admin@ എന്ന് തുടങ്ങുന്ന യൂസർ ID ഉള്ളതാണ് HMൻ്റെ ലോഗിൻ. ആ HM ലോഗിൽ പ്രവേശിച്ചതിന് ശേഷം ഡേറ്റ എൻട്രി യൂസേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന്, ന്യൂ ഡേറ്റ എൻട്രി യൂസർ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു യൂസറിനെ നിർമ്മിക്കുക. മറ്റൊന്ന്, നിലവിലുള്ള യൂസർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ എഡിറ്റ് ചെയ്ത് ക്ലാസ് ടീച്ചറിൻ്റെ പേര് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം പുതിയ ഒരു യൂസറിനെ എങ്ങനെയാണ് സൃഷ്ടിക്കുക എന്നുള്ളതെന്ന് പരിശോധിക്കാം. അതിനായി ന്യൂ ഡേറ്റ എൻട്രി യൂസർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് സ്കൂളിൻ്റെ കോഡ് നൽകിയതിന് ശേഷം _5F എന്ന് നൽകുന്നു. ഫസ്റ്റ് നെയിമായി കൊടുക്കേണ്ടത് ക്ലാസ് ടീച്ചറിൻ്റെ പേര്. ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് ഒന്നും തന്നെ കൊടുക്കൽ നിർബന്ധമില്ല. പാസ്വേഡ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിലവിലൊരു യൂസർ, ഈ ഒരു പേരിലൊരു യൂസർ ഉണ്ട് എങ്കിൽ നമുക്കത് പുതുതായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. ഈ പേരിൽ യൂസർ ഉണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് മാർഗം. ഒരിക്കൽ ഈ ഒരു യൂസർ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് ഓരോ വർഷവും എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഒരു പുതിയ യൂസറിനെ ഇവിടെ 5Fലേക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുകയാണ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാം ആ ഒരു യൂസർ ക്രിയേറ്റഡായി വന്നിട്ടുണ്ട്. ആ ഡിവിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ആ ഒരു ക്ലാസ്സും ഡിവിഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വരുന്നു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് അലൗഡ് ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഡിവിഷൻ മാത്രം നിലനിർത്തി മറ്റെല്ലാ ടിക്കുകളും കളഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നീല നിറത്തിൽ കാണുന്ന ആ ഭാഗത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പുതുതായി നിർമ്മിച്ച പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് ടീച്ചറിൻ്റെ യൂസറിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഇവിടെ സമ്പൂർണ്ണ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണയിലേക്ക് പോവാം. ഇനി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നത്. ക്ലാസ് ടീച്ചറിൻ്റെ പേര് മാറ്റേണ്ടതുണ്ടെങ്കിൽ യൂസർ പ്രൊഫൈൽ എന്ന് കാണാം. യൂസർ പ്രൊഫൈലിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാം. ഈ എഡിറ്റ് എന്ന ഓപ്ഷനിൽ യൂസർ നെയിം ഒഴികെയുള്ളതെല്ലാം നമുക്ക് തന്നെ തിരുത്താനായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെ പ്രൊഫൈൽ തിരുത്തി ഏത് ക്ലാസ് ടീച്ചേഴ്സിനും ഉപയോഗിക്കാവുന്നതാണ്.